ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെന്താ ഞാനൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൺഡേ ആണ്. അപ്പോൾ സൺഡേ എല്ലാ സംഭവങ്ങളും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അമ്മ രാവിലെ തന്നെ ക്ലീനിങ്ങിനേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മുന്നിലത്തെ ആ ഒരു പറമ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല വൃത്തികേടല്ല, എന്നാൽ അത്യാവശ്യം നമ്മളൊരു 2-3 ആഴ്ച ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അത്യാവശ്യമുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അമ്മ സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങി അടിച്ചു വാരി കത്തിച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കി കത്തിച്ച്. നമ്മൾ ഈ ഒരു നാട്ടിൽ പ്ലാസ്റ്റിക്, ഈ നാട്ടിലല്ല എല്ലാ നാട്ടിലും അങ്ങനെയാണെന്നറിയാം, പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തരംതിരിക്കൽ തന്നെ വലിയ പണിയാണ്. ഈ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് മുട്ടായിൻ്റെ കടലാസൊക്കെ പറമ്പിലൊക്കെ തന്നെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ പെറുക്കി മാറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ, ഇത് പെങ്ങളെ മോളാണ് കേട്ടോ, മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ മാല ഇട്ടുകൊണ്ട് തന്നെ കുളിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുക്കളയിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അടുക്കളയിൽ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നല്ല ഫ്രഷ്നെസ് ആട്ടോ. നല്ല എന്താ, നമുക്ക് മനസ്സിന് തന്നെ ഒരു ഫ്രഷ്നെസ് തോന്നും. അപ്പോൾ എന്താ, ഇത് അമ്മയപ്പാണ് കേട്ടോ. അമ്മയപ്പം എന്ന് പറയുന്നത് ഈ നാട്ടിൽ എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് അറിയില്ല, അരി കൊണ്ടുള്ളതാണ്. ഈ നാട്ടിൽ ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് അമ്മയപ്പം. കടലക്കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ അടുക്കളയിൽ വർക്കൊക്കെ ഏകദേശം 11 മണിയാകുമ്പോൾ തീർക്കും കേട്ടോ. ഞങ്ങൾ ഞായറാഴ്ച 11 മണിയാകുമ്പോൾ എല്ലാ വർക്കും തീർക്കും. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഒരാൾ പണി കിട്ടി കിടക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ പുറത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ ഇതാ കാറിൻ്റെ ടയർ പഞ്ചറായിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ കാറിൻ്റെ ടയർ മാറ്റലും അതൊന്നും ഇവർക്ക് വലിയ പുത്തരിയുള്ള കാര്യമില്ല, ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എത്ര ടൈം ക്ഷമയോടെ ഇരുന്നിട്ടാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇവർ ചെയ്തോളും. അപ്പോൾ ഇതാ വേറൊരു സംഭവം കാണിച്ചു തരാനുള്ളതെന്ന് പറയുമ്പോൾ ഇതുണ്ടോ, ഞങ്ങളെ വെഡ്ഡിങ്ങിൻ്റെ ഫ്ലെക്സ് ആണ് കേട്ടോ. ഏകദേശം 5 വർഷത്തിൻ്റെ മേലെയായി. എന്നാലും അമ്മ ഇതെടുത്തിട്ട് കൂടുതൽ പാത്രം വെക്കാൻ എടുത്തിട്ട് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാക്കി കളഞ്ഞു ഗൈസ്. എന്ത് ചെയ്യാനാ. അപ്പോൾ ഏകദേശം രാവിലത്തെ ഭക്ഷണമൊക്കെ ആയി, മക്കൾക്ക് ഇതാ കൊടുക്കുകയാണ്. മക്കൾ അത്യാവശ്യം അവരെ വേണ്ട ഭക്ഷണമൊക്കെ അവർ കറക്റ്റ് സമയത്ത് പറഞ്ഞെടുത്ത് കഴിച്ചോളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കുണ്ട് മോൻ ഇതുപോലെ അമ്മ വാരിത്തരണം എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ വാരി കൊടുക്കാറാണ്. അപ്പോൾ എല്ലാവരോടും കൂടി പറയുകയാണെങ്കിൽ ഞങ്ങളൊരു കുഞ്ഞു സൺഡേ ആണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ട് ഉച്ചക്കത്തെ സംഭവങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വൈകുന്നേരം ആയതിനു ശേഷം ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ആ ഗാർഡൻ്റെ ആ ഒരു സ്ഥലം ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലമൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. ബേബി ഹൈപ്പർ മാർക്കറ്റിൽ കൂത്തുപറമ്പാണ് കേട്ടോ. കുറച്ച് പോകാനുണ്ട്, ഒരു 7 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാനും അമ്മയും ഏട്ടനും മോനും കൂടാണ് കേട്ടോ പോയത്. അത്യാവശ്യമായിട്ട് അടുക്കളയിലേക്ക് ഷോട്ട് വന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പോയത്. ഡീപ്പായിട്ട് എല്ലാ സാധനങ്ങളും നോക്കി വാങ്ങാനല്ല, അത്യാവശ്യമായിട്ട് നമുക്ക് കുക്കിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ വാങ്ങാനാണ്. ഇവിടെ ഏകദേശം എല്ലാ സാധനങ്ങളും കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വേറെ അങ്ങനെ സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ വാങ്ങാം. ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ എന്താ, ഇത് മന്തീൻ്റെ മസാലയാണ് കേട്ടോ. ആദ്യമായിട്ട് വാങ്ങുന്നതാണ്, എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരാളിതാ ഷോപ്പിങ്ങിൻ്റെ തിരക്കിലാണ്. അവനും ഇങ്ങനെ ഓരോ സാധനങ്ങളെടുത്ത് ഇതിനെത്രയാ പൈസ എന്നിങ്ങനെ ചോദിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിനെത്രയാ ഓരോന്നും ചോദിക്കുക, ഇതിനെത്രയാ എന്നിട്ട് നമ്മൾ കാണാതെ കുറേ സാധനങ്ങൾ അവനെടുത്തിട്ട് ബാസ്ക്കറ്റിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഏട്ടൻ പറഞ്ഞു അവനെ ഇട്ടോട്ടെ, അവസാനം ബില്ലടിക്കാൻ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചെടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവനങ്ങനെ വിട്ടത്. അപ്പോൾ അവനിങ്ങനെ സോപ്പൊക്കെ ഒരു 3-4-5 പാക്കറ്റ് സോപ്പൊക്കെ എടുത്തിട്ട് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ലാസ്റ്റാണ് കാണുന്നത്. അപ്പോൾ എന്താ, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഏകദേശം നമ്മൾ വരുമ്പോൾ തന്നെ ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് ഫുഡ് വേണ്ടി വരും, അതുകൊണ്ട് അതിന് നിന്നിട്ടില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അതാകുമ്പോൾ വലിയ ടെൻഷൻ ഇല്ലാണ്ട് പതിയെ പർച്ചേസൊക്കെ ചെയ്തിട്ട് വരാമല്ലോ. അപ്പോൾ എന്താ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളിതാ നോക്കി എനിക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഓരോ സാധനങ്ങൾ നോക്കി വാങ്ങുക. അത് അത്യാവശ്യം പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നോക്കുക, വാങ്ങുക, അതിൻ്റെ റേറ്റ് നോക്കുക, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതും വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ഈ ഡ്രസ്സും കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഈ വീട്ടിലെ ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു കുഞ്ഞു സൺഡേ വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നറിയാം. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കുഞ്ഞു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.